ധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി ലോകമാതാവായ സാക്ഷാൽ ആദിപരാശക്തി അവതരിച്ചു എന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗൈ നദിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം. പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും തൻപതി ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു വരുന്നു. അതിഗംഭീരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മധുര ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 14 അലങ്കാര ഗോപുരങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ്. ഇതിൻ്റെ ഉയരം 51.9 മീറ്റർ, അതായത് 170 അടിയാണ്. മീനാക്ഷി ക്ഷേത്രത്തിൽ ആകെ 33,000-ഓളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. പ്രാചീന തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും നാം ഇന്ന് കാണുന്ന ക്ഷേത്രം 1623-നും 1655-നും ഇടയിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ദിനംപ്രതി 15,000-ഓളം സന്ദർശകരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. വെള്ളിയാഴ്ചകളിൽ ഈ സംഖ്യ 25,000 വരെ വരാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ വാർഷിക വരുമാനം ഏകദേശം 6 കോടി രൂപയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന തിരുകല്യാണമാണ് ഇവിടെ പ്രധാന ഉത്സവം. നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടെ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത്. ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ അവതാരമാണ് മീനാക്ഷി. മത്സ്യക്കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിനർത്ഥം. പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. പാണ്ഡ്യരാജാവും പത്നിയും ഭഗവതി പരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു. പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ ഫലമായി 2ാം പാണ്ഡ്യരാജാവായ മാളവ്യ ധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി ലോകമാതാവായ സാക്ഷാൽ ആദിപരാശക്തി അവതരിച്ചു എന്നാണ് വിശ്വാസം. യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടുകൂടി സംജാതയായ ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ച നിറവും 3 സ്തനങ്ങളും ഉണ്ടായിരുന്നു. ശക്തി സ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ ആൺകുട്ടികളെപ്പോലെ വളർത്തണമെന്നും സർവശാസ്ത്രങ്ങളും ആയുധവിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ 3ാം സ്തനം അപ്രത്യക്ഷമാകും എന്നും അശരീരി കുട്ടിയുടെ ജനനസമയത്ത് കേൾക്കുകയുണ്ടായി. പുത്രീഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തൻ്റെ മകളെ തടതടകി എന്ന് വിളിച്ചു. പച്ച നിറമുള്ളവളാകയാൽ പച്ചൈ ദേവി എന്നും വിളിക്കപ്പെട്ടിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവചരാചരങ്ങളും ദേവീ ദേവന്മാരും ഋഷീന്ദ്രന്മാരും വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് കരുതപ്പെടുന്നു. മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും ഏപ്രിൽ മാസത്തിൽ തിരുക്കല്യാണം അഥവാ ചൈത്ര മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു.